നിങ്ങളെ മെൻ്റലി സ്ട്രോങ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 3 ടെക്നിക്സ്. നിങ്ങളോട് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിഷാലിനാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈൻഡിനെ പറ്റിയിട്ടാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ബിഗിൻ. ഒന്നാമത്തെ കാര്യം, മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ മൈൻഡ് സെറ്റ് ഇൻ യുവർ ലൈഫ്സ് അപ്സ് ആൻഡ് ഡൗൺസ്. നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും നിങ്ങൾ എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളീ ഒരു വേൾഡിൽ പ്രധാനമായിട്ടും 4 പെയർസ് ഓഫ് കണ്ടീഷൻസ് ആണ് ഓരോ ഹ്യൂമൻ ബിഹേവിയറിനുള്ളത്. അതിൽ ഒന്നാമത്താണ് പ്രൈസ് ആൻഡ് ബ്ലെയിം, രണ്ടാമത്താണ് ഗെയിൻ ആൻഡ് ലോസ്, മൂന്നാമത്താണ് ഫെയിം ആൻഡ് ഡിസ്ഗ്രേസ്, നാലാമത്താണ് പ്ലഷർ ആൻഡ് പെയിൻ. ഇങ്ങനെ 4 പെയർസായിട്ട് മൊത്തം 8 കണ്ടീഷൻസ് ആണ് നമ്മളെല്ലാ ഹ്യൂമൻ ബിഹേവിയറിലുള്ളത്. അതായത് ഈ എല്ലാ കണ്ടീഷൻസ് വരുന്ന സമയത്തും ഓവറായിട്ട് നമ്മൾ പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യാണ്ട് നിങ്ങളെ മൈൻഡിനെ സ്റ്റേബിളാക്കി വെക്കുക. അതായത് നമുക്ക് നല്ലൊരു ഗെയിൻ, എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് നമ്മളതിനെപ്പറ്റി ഓവറായിട്ട് നമ്മൾ അതിൽ ആർമാദിക്കാതെ അതിനൊരു സ്റ്റേബിൾ ആയിട്ടുള്ള, നിങ്ങൾ അവിടെ സന്തോഷിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അമിതമായിട്ട് സന്തോഷിക്കാണ്ടിരിക്കുക. നിങ്ങൾ അതേപോലെ ഒരു ലോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അമിതമായിട്ട് സങ്കടപ്പെടേണ്ട, അതായത് സങ്കടപ്പെടേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അമിതമായിട്ട് സങ്കടപ്പെടേണ്ട. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉയർത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഭയങ്കരമായിട്ട് എന്താണ് ഉള്ളിൽ ആ ഒരു പുളങ്കം കൊള്ളേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങളെ ഒരാൾ ബ്ലെയിം ചെയ്യുകയാണ്, തളർത്തി കിട്ടുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ സങ്കടപ്പെടേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു രീതിയിലും നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളില്ലാത്ത രീതിയിലേക്ക് മാറുന്ന രീതിയിലേക്ക് ചിന്തിക്കാൻ നിൽക്കരുത്. അതായത് ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, ഈ ഒരു 8 കണ്ടീഷൻസിലും ഈ ഒരു 8 ഇമോഷൻസിലും നിങ്ങൾ സ്റ്റേബിളായിട്ട് നിങ്ങളെ മൈൻഡ് സെറ്റ് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് മൈൻഡ്ഫുൾനെസ്സും സെൽഫ് അവെയർനെസ്സും പ്രാക്ടീസ് ചെയ്താൽ മതി. രണ്ടാമതാണ് ബിൽഡ് റെസിലിയൻസ് ഇൻ യുവർ മൈൻഡ്. റെസിലിയൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തളർന്നു പോവുകയാണ്, നമ്മൾ തകർന്നു പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് വീണ് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ എഴുന്നേറ്റ് ബൗൺസ് ബാക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ റെസിലിയൻസ് എന്നത്. ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. ഏതൊരു സാഹചര്യത്തിലും നമ്മൾ വീണ് പോയാൽ അവിടെ നിന്ന് ഞാൻ എഴുന്നേക്കും, അല്ലെങ്കിൽ ഞാൻ തിരിച്ചെണീക്കും, പിന്നെ ആര് തളർത്തിയാലും ഞാൻ അവിടെ നിന്ന് പൊന്തി വരുന്നുള്ള ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ത്വര, അത് നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഈ ഒരു റെസിലിയൻസ് നിങ്ങൾ മൈൻഡിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണ്, ഇത് രണ്ടും നിങ്ങൾ പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിലിയൻസ് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഈസിലി ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ തരാം. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ആ കാര്യത്തിനെ ഒരാൾ വന്നിട്ട് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാണ്, ഭയങ്കരമായിട്ട് നിങ്ങളെ കുറ്റം പറയുകയാണ്, ഭയങ്കരമായിട്ട് നിങ്ങളെ താത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങളെ കയ്യിലുള്ള സാധനമല്ല. നിങ്ങൾക്ക് ഒരിക്കലും അത് ആ ആളങ്ങനെ പറയരുതെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ എന്ത് പറഞ്ഞതെന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അത് നമ്മളെ കൈമാറുള്ള കാര്യമല്ല. ബട്ട് നിങ്ങളെ കയ്യിലുള്ള കാര്യം അവിടെ എന്താ, അവർ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യണം, അത് നിങ്ങളെ കയ്യിലുള്ള സാധനമാണ്. ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പോസിറ്റീവായിട്ട് എടുക്കണോ നെഗറ്റീവായിട്ട് എടുക്കണോ, അല്ലെങ്കിൽ ആളെ ഞാൻ തിരിച്ച് ചീത്ത പറയണോ, ഇങ്ങനെ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളെ കയ്യിലുള്ള കാര്യമാണ്. സോ എപ്പോഴും നിങ്ങളെ കൈമിലുള്ളത് എന്താണ്, നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എന്താണോ അത് കറക്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റെസിലിയൻസ് നിങ്ങളെ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഏതൊരു സാഹചര്യത്തിലും ഇങ്ങനെ നമ്മൾ വീണ് പോവുകയാണെങ്കിൽ, നമ്മൾ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളോട് ആലോചിച്ച് നോക്കാം, ഞാനിതിനെ ഏത് രീതിയിൽ വേണം റിയാക്ട് ചെയ്യാൻ, ഞാനിതിനെ ഏത് രീതിയിൽ വേണം മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെപ്പോഴും ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു റെസിലിയൻസ് നിങ്ങളെ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കാര്യം എപ്പോഴും റിമെമ്പർ ചെയ്യേണ്ടത്, ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞത് ലൈഫിൽ ഒരിക്കലും വീണ് പോകാത്ത ആൾക്കാർ, ലൈഫിൽ ഒരിക്കലും തളർന്നു പോകാത്ത ആൾക്കാർ, ലൈഫിൽ ഒരിക്കലും ഫെയിലിയർ അനുഭവിക്കാത്ത ആൾക്കാരല്ല. ഈ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അവിടുന്ന് എങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്യുന്നത്, ആ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതിലാണ് ഏറ്റവും സ്ട്രോങ് മൈൻഡ് സെറ്റ് ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, യു ഹാവ് ടു പ്രാക്ടീസ് സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ, നിങ്ങളെ സ്പൗസോ അല്ലെങ്കിൽ നിങ്ങളെ പാരൻസോ നിങ്ങളെ സിബ്ലിങ്സോ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി വരാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് വേഗം നിങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കില്ലേ? ഈ സെയിം സാധനമാണ് നമുക്കും വേണ്ടത്. നമ്മൾ സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുള്ളിൽ ഉണ്ടായി വരുന്ന സാധനമാണ്. നമുക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി വരുന്ന സമയത്ത് അതിനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താക്കും, റിജക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഒരിക്കലും ഒരു നെഗറ്റിവിറ്റി കൊടുക്കില്ല. ഐ ലവ് മൈ സെൽഫ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതിനെക്കൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ അകത്തോടെ നെഗറ്റിവിറ്റി കൊടുക്കില്ല, മറ്റൊരാളെയും ഞാൻ എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മതം കൊടുക്കില്ല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ബിൽഡ് ആവും. ഇത് ബിൽഡ് ആവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ലവ് യുവർ സെൽഫ് ആൻഡ് യു ഹാവ് ടു റെസ്പെക്ട് യുവർ സെൽഫ്. ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങളെ കട്ടുമ്മൽ ഇരുന്നിട്ട് എപ്പോഴും മനസ്സിൽ കൊടുക്കുക, എൻ്റെ ലൈഫിൽ ഇന്ന് എന്ത് കാര്യം നടന്നാലും ഐ ലവ് മൈ സെൽഫ്. ഇന്ന് എന്ത് കാര്യം നടന്നാലും ഒരു നെഗറ്റിവിറ്റിയും ഞാൻ എൻ്റെ അകത്തോട്ട് കൊടുക്കില്ല. ഇത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണം ഓരോ ദിവസം നിങ്ങൾ കട്ടുമെന്ന് എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. പല ആൾക്കാരുടെയും വിചാരം എപ്പോഴും ദേഷ്യം കാണിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എപ്പോഴും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ, ഭയങ്കര റഫ് ആൻഡ് റൂഡായിട്ടുള്ള ആൾക്കാരൊക്കെ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആണെന്നാണ്.
പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാരണം വെച്ചാൽ അവർ മെൻ്റലി വീക്ക് ആയതിനെക്കൊണ്ടാണ് അവർക്ക് പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റാത്തത്, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്. ഒരു മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മനസ്സിലേക്ക് എന്ത് വരികയാണെന്നുണ്ടെങ്കിലും അതിനെ കണക്ട് ചെയ്ത് അതിനെ കൺസ്യൂം ചെയ്ത് അതിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം എന്താക്കാൻ അവർ റിയാക്ട് ചെയ്യുക. ഇവർ മെൻ്റലി വീക്ക് ആയതിനെക്കൊണ്ടാണ് എന്താക്കുന്നത് അവർക്കത് പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്ത് തോന്നുന്നത്. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സ്ട്രോങ് മൈൻഡ് സെറ്റിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് മറ്റൊരു വീഡിയോ വേണ്ടി കാണാം.